ഇന്ന് നമുക്ക് ഒരു നെയ് പായസം അല്ലെ കടും പായസം എന്ന് പറയുന്ന പായസം ഉണ്ടാക്കാം. ഞാൻ അതിന് ഉണക്കലരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് ഈ ഗ്ലാസ്സിന്. അത് ഒരു 5-6 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി. ഇനി ഇത് സാധാരണ മൺകലത്തിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം. ഞാൻ ഇതിനെ പ്രഷർ കുക്കറിലിട്ട് ഒരു 3-4 പ്രഷർ കേട്ടാൽ മതി. അപ്പം നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് അതുപോലെ വേവിച്ച് ഇതിനെ എടുക്കാം. എന്താ വെന്ത ശേഷം ഇനി ഇത് 1.25 കിലോ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതാണ്. അതുകൂടെ നമുക്ക് ഈ അരിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിയല്ല, അത് ചോറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ വേവിക്കാം. ശർക്കരയും അരിയും ധാരാളം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതാണല്ലോ നെയ് പായസം എന്ന് പറയുന്നത്. ഇനി അത് അവിടെ കിടന്ന് വേകുന്ന നേരത്ത് നമുക്ക് ഇപ്പുറത്ത് ഒരു പാത്രത്തിൽ ഇത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുക്കാം. അതും നെയ്യിൽ തന്നെയാണ്. എല്ലാം നെയ്യിലായിരിക്കണം. കുറച്ച് നെയ്യ് കൂടുതൽ വേണം. അത് ഒരു സ്പൂണിൽ കൂടുതലൊന്നും ഈ പായസം അങ്ങനെ കഴിക്കേണ്ട. നല്ല നെയ്യാണ്. അത് മുരിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ച ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അതും നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ശേഷം നമുക്ക് അത് ചെറുതായിട്ട് സിമ്മിൽ കിടന്ന് ഈ ചോറ് വേകുന്നതിനോടൊപ്പം അപ്പുറത്ത് മുന്തിരിങ്ങയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാക്കിയ ശേഷം നമുക്ക് നെയ്യും കൂടെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി 1 മണിക്കൂറോളം നമ്മൾ കഷ്ടപ്പെടണം ഈ പായസം നന്നായിട്ട് കുറുകി ഡ്രൈ ആയി വരാൻ. അങ്ങനെ നമ്മളിതിനെ ഇളക്കി കൈവിടാതെ ഇനി ഇളക്കണം. കൈയൊക്കെ കഴിക്കും, പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു പായസം കഴിക്കാൻ പറ്റും. ഫൈനലി നല്ലപോലെ അത് ഡ്രൈ ആയി കണ്ട. ഇനി നമുക്ക് നിർത്താം. അടുപ്പ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് നേരം ഇതൊന്ന് തണുക്കണം. തണുത്ത ശേഷം കുറച്ച് കൽക്കണ്ട ഇട്ട് കൊടുക്കുക. കൽക്കണ്ട ഇങ്ങനെ മേളെ വെതറണം. ചൂടോടെ ഇടരുത്, കൽക്കണ്ട അപ്പോഴേ മെൽറ്റായി പോവും. പിന്നെ നമ്മൾ നെയ്യ് വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൊത്തും മുന്തിരിങ്ങയും കൂടെ ഇട്ട് നമുക്ക് റെഡിയാക്കാം. നോക്ക്, നല്ല കടും പായസം റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.